ഹലോ നമസ്കാരം. അഖിൽ മാരാർ. ബിഗ് ബോസിൽ അഖിൽ മാരാർക്ക് വോട്ട് ചെയ്ത ഓരോ ആളുകൾക്കും തെറ്റുപറ്റിയിട്ടില്ല. നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കോൺഗ്രസ് വേദിയിൽ പങ്കെടുത്തത് നമ്മുടെ ഉള്ളിലൊരു മതേതരവാദി ഉണ്ടായതുകൊണ്ടാണ്. എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ മറ്റൊരാൾ വേദനിക്കപ്പെടരുതെന്ന് ഞാൻ തീരുമാനമെടുത്തുകൊണ്ടാണ് ഇന്നിവിടെ വന്നത്. അഖിൽ മാരാർ പറയുന്ന വ്യക്തിയായിട്ടാണ് വന്നത്. എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരടുത്തേക്ക് ഇവരുടെ ആവശ്യം എത്തിക്കുക എന്ന ഉദ്ദേശത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ വന്നത്. അതിലുപരി കേരളത്തിലെ കപട പുരോഗമന സ്ത്രീപക്ഷവാദികൾക്ക് അവർ സ്വയം ചിന്തിക്കണം. നിങ്ങൾ 28,000 സ്ത്രീകളുണ്ട് ആശാവർക്കർമാരായിട്ട്. അവരുടെ ഒരു ആവശ്യം ഇവിടെ വരുന്ന സമയത്ത് എവിടെ പോയി ഈ സ്ത്രീപക്ഷവാദികൾ എന്നുള്ള കാര്യം ആലോചിക്കണം. ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് കുറേ സംസാരിക്കുന്നതൊന്നും അല്ല. ഇറങ്ങി മണ്ണിലോട്ടിറങ്ങ്, നിങ്ങൾക്ക് സ്ത്രീകളെ കാണാം. അവർ യഥാർത്ഥം അവിടെ നിൽക്കുക. അതാരും കാണുന്നില്ല, ആർക്കും കാണാൻ താല്പര്യമില്ല. ഞാൻ അവരോട് തമാശ രൂപേണ പറഞ്ഞതാ, നിങ്ങളിവിടെ കിടന്ന് നിരാഹാരം കിടന്നാൽ നിങ്ങളുടെ ആരോഗ്യം പോവും. നിങ്ങളിവിടെ കിടന്ന് എത്ര നശിച്ചാൽ ഇതൊന്നും ഇവിടുത്തെ ഗവൺമെൻറ് കാണാൻ പോകുന്നില്ല. അവന് തടസ്സം ഉണ്ടാവണം, അധികാര കസേരയിലിരിക്കുന്ന ഒരുവന് തടസ്സം ഉണ്ടാവണം. അപ്പോൾ മാത്രമേ അവൻ്റെ തടസ്സം മാറ്റാൻ അവൻ മുന്നിട്ട് വരൂ. അങ്ങനല്ലേ നമ്മൾ പോകുന്ന വഴിയിൽ ഒരുത്തൻ സൈഡിൽ നമ്മളെ ഒന്നും ചെയ്യാതൊരു സൈഡിൽ കിടക്കുക, അവനവിടെ കിടന്ന് ചത്തോട്ടേന്നേ വിചാരിക്കൂ. ഇങ്ങനെ ഭയങ്കര ഫാസിസ്റ്റുകളായിരുന്നു നമ്മളെ ബ്രിട്ടീഷുകാർ. ഗാന്ധി സമരം ചെയ്യാൻ വേണ്ടി ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ വന്ന് കിടന്നപ്പോഴത്തേക്ക് വണ്ടി നിർത്തിയിട്ടു. അവർ ആ മാന്യത കാണിച്ചു. ഈ ഗവൺമെൻറ് അത് കാണിക്കത്തില്ല. ഇതുങ്ങൾ ഇപ്പം നാളെ മന്ത്രിമാരുടെ വാഹനത്തിൻ്റെ മുന്നിൽ ഇവർ പോയി കിടന്നാൽ പോലീസുകാരെ കൊണ്ട് അടുപ്പിക്കുകയോ വണ്ടി കയറ്റി ഇറക്കട്ടെ എന്ന് ചിന്തിച്ചു പോകും. ബ്രിട്ടൻ ഇത് ചെയ്തില്ല. ബ്രിട്ടൻ ചെയ്തിരുന്നുണ്ടെങ്കിൽ ആദ്യത്തെ സമരത്തിൽ ഗാന്ധി തീർന്നേനെ. അപ്പോൾ ആ മനോഭാവം പോലും ഇല്ല. നമ്മൾ ആർക്കെതിരെയോ ഒരു കാലത്ത് പോരാടി നമ്മളിവിടെ സ്വാതന്ത്ര്യം നേടിയെടുത്തിട്ട് ഇന്ന് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനെ അതിനെക്കാട്ടിയും വലിയ ഫാസിസ്റ്റായിട്ട് കണ്ടുകൊണ്ട് ഒരുപറ്റം ജനങ്ങൾ സമരം ചെയ്യുക. അവർ പറഞ്ഞോ, അവർക്ക് ഒരു ദിവസം 10,000 രൂപ എന്ന് പറഞ്ഞോ, അവർക്ക് ആഡംബരമായിട്ട് ജീവിക്കാനാണെന്ന് പറഞ്ഞോ, അവർക്ക് ലക്ഷറി കാർ വാങ്ങാനാണെന്ന് പറഞ്ഞോ, അവർക്ക് ആഡംബര വാഹനങ്ങൾ നിർമ്മിക്കാനാണെന്ന് പറഞ്ഞോ, ഒന്നും പറഞ്ഞില്ല. ജീവിക്കാനാണെന്ന്. 500 രൂപ എന്ന് പറയുന്നത് ഒരു ദിവസം അവൻ്റെ ജീവിക്കാനുള്ള പണമാണ്. അതാണ് അവർ ആവശ്യപ്പെടുന്നത്. ആ ആവശ്യം കേൾക്കാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പിന്നെ മനുഷ്യനാണോ? ഭരണാധികാരി എന്ന് മാറ്റി വയ്ക്കും. മനുഷ്യനാണോ? നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഒരുവൻ്റെ വേദന കണ്ടിട്ട് നമുക്ക് വേദന തോന്നിയില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് ഇവരുടെ ആ മുട്ടയടിച്ച അമ്മയുടെ അത് കണ്ടപ്പം എനിക്ക് തോന്നിയ വേദനയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അല്ലാതെ അഖിൽ മാരാർക്ക് ഇനി ഇത് ഇവിടെ വന്ന് നിന്നിട്ട് പ്രത്യേകിച്ച് ഞാൻ അത്യാവശ്യം വിഷയങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ മറ്റൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരാളാണ്. എനിക്ക് ഇതിന് പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് ആരും അറിയാതെ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളാണ്. പക്ഷേ ഇത് ആൾക്കാർ അറിയണം. കാര്യം നമ്മളിലൂടെ ആൾക്കാർ അറിയുമ്പോഴേ ഇവരുടെ വേദന ആൾക്കാർ അറിയൂ. അങ്ങനെ കാണുമ്പോൾ മാത്രമേ അതിന് പ്രതിപക്ഷ പാർട്ടികൾക്കും മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രയോജനം ഉണ്ടാവൂ. ഈ അതെ, സാധാരണക്കാരൻ്റെയും എല്ലാവരുടെയും വോട്ട് വാങ്ങി ഒരു മത്സരത്തിൽ വിജയിച്ചു വന്ന ആ വിജയിയായ അഖിൽ മാരാർ ഇന്ന് സാധാരണക്കാരായ ആശാ വർക്കേഴ്സിനെ കാണാനും അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കാനും തിരുവനന്തപുരത്ത് വന്നത്. അതിനുശേഷം അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ കേട്ടത്. ഇവിടെ ഹണി റോസിന്റെ വിഷയം വന്നപ്പോഴത്തേക്ക് ചാനലിൽ നിറഞ്ഞു നിന്ന സ്ത്രീപക്ഷവാദികളെന്നും ഈ 28,000 പേരായ സാധാരണക്കാരായ സ്ത്രീകളുടെ ഭാഗം കേൾക്കാനോ അവർക്ക് വേണ്ടി സംസാരിക്കാനോ ഇവർക്കൊന്നും നേരമില്ല. റിപ്പോർട്ടർ ചാനൽ വലിയ സംഭവമായി 2 ദിവസം മുന്നേ കാണിച്ച പൊളിക്യാമറ വിവാദത്തിൽ പൾസർ സുനിയുടെ വിവാദങ്ങൾക്ക് പിന്നാലെ അതിനെക്കുറിച്ച് സംസാരിക്കാനും ചാനൽ ചർച്ചകൾ അഭിപ്രായം പറയാനും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാനും ഇവിടെ പലർക്കും സ്ത്രീ പുരോഗമന സ്ത്രീപക്ഷവാദികൾ എന്ന് പറയുന്ന ആളുകൾക്കൊക്കെ നേരുണ്ടായി. പക്ഷേ 28,000 പേര് മാസങ്ങളായി സമരം ചെയ്യുന്ന വെയിലും കാറ്റും മഴയും കൊണ്ട് സമരം ചെയ്യുമ്പോൾ ഒരു മുട്ടയടിച്ച ഒരു സ്ത്രീയുടെ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അത്തരം പ്രതിഷേധങ്ങളൊക്കെ നടത്തി ഒരു കൂട്ടം സ്ത്രീകൾ സമരം ചെയ്യുമ്പോൾ അതൊന്നും കാണാൻ ഇവിടുത്തെ പുരോഗമന സ്ത്രീപക്ഷവാദികൾക്ക് ആയ സ്ത്രീകൾക്കൊന്നും നേരമില്ല. അവരെല്ലാം പണക്കാരുടെ പ്രശ്നങ്ങളുടെ പിന്നാലെയാണ്. സെലിബ്രിറ്റികളുടെ വിഷയങ്ങളിൽ മാത്രമേ അവരെല്ലാം പ്രതികരിക്കുള്ളൂ. രാഷ്ട്രീയക്കാരെ പേടിച്ചിട്ടോ ഭയന്നിട്ടോ ആവാം. അന്നേരമാണ് ഇവിടെ തന്റെ നിലപാട് ബ്രിട്ടീഷുകാരെ പോലും നാണിക്കുന്ന വിധമാണ്. അവർ പോലും മഹാത്മാഗാന്ധിജിക്ക് കൊടുത്ത പരിഗണന ചിലപ്പോൾ ഇവർ റോഡിലിറങ്ങി സമരം നടത്തിയാൽ ഇന്നത്തെ രാഷ്ട്രീയക്കാരെ കൊടുക്കില്ല എന്ന് പറയുന്ന അത്തരത്തിൽ ഇന്നത്തെ 3 മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സംസാരം അവസാനിപ്പിച്ചത്. എന്തിനായാലും കയ്യടികളാണ്. ബിഗ് ബോസിൽ അദ്ദേഹത്തിന് വോട്ടിട്ട് വിജയിപ്പിച്ച ഒരാൾക്കും തെറ്റുപറ്റിയിട്ടില്ല. തന്റെ ഇടമുള്ള കരുത്തുള്ള, തന്റെ നിലപാടുകൾ ശക്തമായി പറയാൻ കഴിവുള്ള ഒരാളെ തന്നെയാണ് നിങ്ങൾ വോട്ടിട്ട് വിജയിപ്പിച്ചത്.